ISRO നാസ സംയുക്ത സംരംഭമായ നൈസാർ വിക്ഷേപണത്തിനൊരുങ്ങുകയാണ്. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് നൈസാർ എന്ന് നിങ്ങൾക്കറിയാം. നേരത്തെ കണ്ടെത്തിയ തകരാറുകളൊക്കെ പരിഹരിച്ചു. ഉപഗ്രഹ ഭാഗങ്ങൾ ഈ മാസം തന്നെ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറയുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള പരിശീലനത്തിനായി രണ്ടുപേരെ ഉടൻ തന്നെ നാസയിലേക്ക് അയക്കുമെന്നും ഡോക്ടർ സോമനാഥ് പറയുന്നു. കാലാവസ്ഥാ പഠനത്തിൽ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താനാകുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നൈസാറിന്റെ വിക്ഷേപണത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ISRO. പേടകഭാഗങ്ങൾ സംയോജിച്ചപ്പോൾ കണ്ടെത്തിയ തകരാറിനെ തുടർന്നാണ് നൈസാറിന്റെ വിക്ഷേപണം വൈകിയത്. തകരാർ പരിഹരിച്ച് പേടകം അമേരിക്കയിൽ നിന്ന് ഉടൻ ഇന്ത്യയിലെത്തിക്കും. 2 മാസത്തിനുള്ളിൽ വിക്ഷേപണം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ISRO. നിസാർ ലോഞ്ച് നടക്കേണ്ടതായിരുന്നു ഈ മാസം. പക്ഷേ അതിനകത്ത് അസംബ്ലി ചെയ്ത് കഴിഞ്ഞ് എല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു തകരാറ് കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം അമേരിക്കയിൽ തിരിച്ചുകൊണ്ടുപോയി കറക്റ്റ് തിരിച്ച് ഈ മാസം തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അസംബ്ലി ചെയ്ത് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയ ശേഷം ഒരു 2-2.5 മാസം കൊണ്ട് ലോഞ്ചിന് തയ്യാറാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. ഗഗൻയാൻ ദൗത്യത്തിന് തെരഞ്ഞെടുത്ത 4 സഞ്ചാരികളിൽ 2 പേരെ പരിശീലനത്തിനായി ഉടൻ നാസയിലേക്ക് അയക്കുമെന്നും ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ അത്തരം ഒരു ഗഗൻയാൻ മോഡ്യൂൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്യാവുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ എലിമെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിനായുള്ള തയ്യാറെടുപ്പുകളും അണിയറയിൽ പുരോഗമിക്കുകയാണ്. മിഷന്റെ ആദ്യ മൊഡ്യൂൾ 2028 വിക്ഷേപിക്കാനാണ് നീക്കം. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.